ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവീ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സീതാറാം ലക്ഷ്മണ ഹനുമാൻ കീ. ഹരേ കൃഷ്ണ. എല്ലാവരും മുഖത്തും ഒരു ചിരിയില്ലല്ലോ രാവിലെ. ഓക്കെ, ഇന്നലത്തെ ഒരു പ്രസന്നത ഇന്ന് കുറഞ്ഞിരിക്കുന്നു. സീതാറാം ലക്ഷ്മണ ഹനുമാൻ കീ. ഈ ജയ് സൗണ്ട് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു മഹാ അത്ഭുതം കാണാൻ പോവുകയാണ്. ഈ പ്രയാഗ തീർത്ഥത്തിൽ ഒരു ആലുണ്ട്, അക്ഷയവട്ട്. ആലമരത്തിന് ഒരുപാട് പേരുകളുണ്ട്. അക്ഷയവട്ട്, വട്ടിക്ക, പിന്നെ വേറെന്തൊക്കെ പേരുണ്ട് ആലിന്? ബോധി, കറക്റ്റ്. പിന്നെ ബോധി, അക്ഷയ, വേറെ എന്തൊക്കെയോ പേരുകളുണ്ടല്ലോ. അശ്വത്ഥം, വട, അശ്വത്ഥം, വട, ഒരുപാടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ തലസ്ഥാനം ഏതാണ്? റോമിൽ എവിടെയാണ്? ജെറുസലേം. അതിപ്പോൾ എന്തോ പ്രശ്നത്തിലാണ്. പോപ്പ് എവിടെയാ ഉള്ളത്? വാറ്റിക്കൻ. ഈ വാറ്റിക്കൻ എന്ന പേര് സംസ്കൃത വട്ടിക്ക, അശോക വട്ടിക്ക. അശോകം. അശോകം വേറെയാണ്. വട്ടിക്ക, വട്ട്. ഈ വട്ടിക്ക എന്ന പേരിലിരുന്നാണ് വാറ്റിക്കൻ സിറ്റി, വാറ്റിക്കൻ എന്ന പേര് വന്നത്. ഒരു ഗ്രാമത്തിൽ, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ലീലകൾ എവിടെയെങ്കിലും നടന്നാൽ ആ സ്ഥലം ഓർക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യും പണ്ട് ഋഷിമാർ. ഒന്ന്, അവിടെ ഒരു ക്ഷേത്രം പണിയും. ക്ഷേത്രം ഒരു 500 കൊല്ലം അങ്ങനെയൊക്കെ നിൽക്കും. കുളം വെട്ടും. അതുകൊണ്ട് ഏത് പുണ്യ സ്ഥലത്ത് പോയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും?
കുളം ഉണ്ടാവും അവിടെ, കുണ്ടം, കുളം കാണും. അത് ക്ഷേത്രത്തിനേക്കാളും അധികകാലം നിലനിൽക്കുന്നതാണ്. ക്ഷേത്രം ചിലപ്പോൾ ഒരു 500 വർഷം 600 1000 കൊല്ലാവുമ്പോൾ അത് ജീർണിച്ച അവസ്ഥയിലാവും. പക്ഷേ കുളങ്ങൾ 5000 വർഷമാണെങ്കിലും അതവിടെ ഉണ്ടാവും. വൃന്ദാവനം എത്ര പേര് പോയിട്ടുണ്ട്? ഉത്തർപ്രദേശ്. ഈ വൃന്ദാവനത്തിനെ പിന്നീട് ഋഷിമാർ, ഗോസ്വാമിമാർ, സന്യാസിമാർ തിരിച്ചറിഞ്ഞത് ഈ കുളങ്ങൾ വെച്ചാണ്. കാരണം ക്ഷേത്രങ്ങളെല്ലാം നശിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, മൊഗൾസ് ഭാരതം ഇത് ചെയ്തപ്പോൾ വൃന്ദാവനത്തിൽ മാത്രം 3000 ക്ഷേത്രങ്ങളാണ് അവർ പൊളിച്ചത്. അപ്പോൾ ഈ കുളങ്ങൾ വെച്ചാണ്. പിന്നെ മൂന്നാമത്തത് ഏതാ? ആദ്യം ക്ഷേത്രം, രണ്ടാമത്തത് കുളങ്ങൾ, മൂന്നാമത്തത് ആല്. ഒരു വടവൃക്ഷത്തിൽ 33 കോടി ദേവീദേവഗണങ്ങളും വസിക്കുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് പണ്ട് കാലത്ത് ഗ്രാമത്തിലെല്ലാം, കൃഷിപ്പറമ്പിലും ഗ്രാമത്തിലും എന്തുണ്ടാകും? ഒരു ആലുണ്ടാകും. ഇപ്പം ആരെങ്കിലും കേരളത്തിൽ ഭൂമി വാങ്ങിച്ച് ആല് നട്ട് വെക്കോ? ആരും ആല് ഇന്ന് കാലത്ത് ആല് നട്ടോ? സ്വന്തം സ്ഥലത്താ? ചെറുതായിട്ട് ചട്ടിയിൽ, മറ്റേ ബോൺസായ ആയിരിക്കും. ശരിക്കുള്ള ആരും വെക്കില്ല. കാരണം അതിൻ്റെ വേരുകൾ ചിലപ്പം കിലോമീറ്ററോളം. കൽക്കട്ടയിൽ ഇന്നും പ്രസിദ്ധമായ പാർക്കുണ്ട്, പേര് മറന്നുപോയി, വിക്ടോറിയ പാർക്കോ എന്തോ. കൽക്കട്ട നഗരത്തിൻ്റെ നടുക്കൊരു പാർക്കുണ്ട്. കഴിഞ്ഞ 100 കൊല്ലത്തിനകം ഈ ആല് 30 മീറ്റർ നടന്നു പോയി. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. അതെങ്ങനെ നടന്നു? ആല് 30 മീറ്റർ, ഏകദേശം 100 അടി അങ്ങോട്ട്, ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇനിയൊരു ബിൽഡിങ്ങിലേക്ക് ആല് നടന്നുപോയി. പുതിയ വേരുകൾ വന്നു, പഴയത് ദ്രവിച്ചു, വീണ്ടും പുതിയത് വന്നു. അങ്ങനെ ഒരു ഡയറക്ഷനിൽ അത് കുറച്ച് അങ്ങോട്ട് പോയി. ആല് തന്നെ അങ്ങ് നീങ്ങിപ്പോയി. വർഷങ്ങളോളം അത് നിലനിൽക്കുകയും അതിൻ്റെ വിഴുതുകളും വേരുകളും ചിലപ്പം അടുത്ത ഗ്രാമം വരെ പോയ ഐതിഹ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പ്രയാഗിനെ തിരിച്ചറിഞ്ഞത് ത്രിവേണി സംഘവും, ത്രിവേണി സംഗമത്തിൻ്റെ തീരത്തിൽ ഒരു ആലുണ്ട്. പാണ്ഡവർ പോലും മഹാഭാരതത്തിലുണ്ട്. അവർ വരുന്ന വഴിക്ക് ഋഷിമാരെടുത്ത് ചോദിക്കും, ഇനി പ്രയാഗയ്ക്ക് എത്ര ദൂരമുണ്ട്, ഏത് ദിശയിലാണ് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഋഷിമാർ പറഞ്ഞത് പാണ്ഡവരെടുത്ത്, ഗംഗാതീരത്ത് തന്നെ അങ്ങനെ നടന്നു പോയാൽ മതി, നിങ്ങളവിടെ ഒരു പേരാല് കാണും. അത് തന്നെയാ പ്രയാഗ തീർത്ഥം. ശ്രീരാമചന്ദ്രമൂർത്തി ആലിൻ്റെ ചുവട്ടിൽ താമസിച്ചിട്ടുണ്ട്. പാണ്ഡവർ ഈ ആലിൻ്റെ ചുവട്ടിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ യുഗങ്ങൾ കടന്നും ഈ ആല് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതീയരൊക്കെ എന്ത് ചെയ്തു? ഈ ആലിനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അതായത് പണ്ട് കൃഷിക്കാർ പൂജിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ഒന്ന് പശു. പശുവിൻ്റെ നിങ്ങളെ പ്രതിമ രൂപം കണ്ടിട്ടില്ല? അതിലെല്ലാ ദേവി ദേവന്മാരെയും വരച്ചു വെച്ചിട്ടുണ്ടാകും, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പശു അത് ഗോമാത, അമ്മ തന്നെയാണ്. അതാണ് എപ്പോഴും നമുക്കൊരു വിഷമം. കേരളത്തിൽ എന്തിനെ വെട്ടിക്കൊല്ലുന്നു? പശുവിനെ മുഴുവനും. പട്ടാമ്പി ഷൊർണൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ പട്ടാമ്പി ഷൊർണൂറുകാർ? എക്സ്ട്രാ കുളിക്കേണ്ടി വരും ഒന്ന് പ്രയാഗിൽ. അവിടെയാണ് മുഴുവനും ഈ പശുക്കളെയൊക്കെ ദിവസവും. തമിഴ്നാട്ടിൽ വെട്ടാൻ പാടില്ല, കർണാടകത്തിൽ വെട്ടാൻ പാടില്ല, ആന്ധ്രയിൽ വെട്ടാൻ പാടില്ല, എല്ലാം എവിടെ കൊണ്ടുവന്ന് വെട്ടും? കേരളത്തിൽ കൊണ്ടുവന്ന് അത്രയും പാപകർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പശുവിൽ വന്നിട്ട്, അതുകൊണ്ട് ഭഗവാന് പശു വളരെ പ്രിയപ്പെട്ടതാണ്. ഭഗവാന്റെ സ്ഥലങ്ങൾക്കെല്ലാം പശുവിൻ്റെ പേരാണ്. ഗോകുലം, ഗോലോകം, ഗോവർദ്ധനം, ഗോപാല, ഗോവിന്ദ, എല്ലാം ഗോ വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. മന്ത്രം തന്നെ എന്താ പറയുന്നത്? ഭഗവാന് പശുക്കളെയും ബ്രാഹ്മണരെയും വളരെ ഇഷ്ടമാണ്. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച
ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അതുപോലെ തന്നെയാണ് ആലും. അപ്പോൾ ഒരു കൃഷിക്കാരന് ഒരു ക്ഷേത്രം പണിത് ദിവസം പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമോ പ്രാപ്തിയോ സൗകര്യമോ അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് അയാൾ എന്തിനെ പൂജിക്കും? ആലിനെ അങ്ങ് പൂജിക്കും. പൂജ എന്ന് പറഞ്ഞാൽ വലിയ വിപുലീകരിച്ചുള്ള പൂജയല്ല. രാവിലെ ഒരു 3 വട്ടം വെച്ച് അതിന് ഒരു കിണ്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അയാൾ പോകും, അത്രയേ ഉള്ളൂ പൂജ. പക്ഷേ സമസ്ത ദേവീദേവഗണങ്ങളും ആ കൃഷിക്കാരനെ അനുഗ്രഹിക്കുകയും അയാളുടെ കൃഷി നല്ല അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അപ്പം ആല് ഒരു ക്ഷേത്രം തന്നെയാണ്. 3 എണ്ണം ഏതൊക്കെയാണ്? ക്ഷേത്രം, തീർത്ഥം, കുളങ്ങൾ, ആല്. അപ്പോൾ ചില സ്ഥലം അമ്പലത്തിൽ പോയാൽ ഇത് 3ഉം കാണും. ചില സ്ഥലത്ത് അമ്പലം മാത്രം കാണും, ചില സ്ഥലത്ത് ആല് മാത്രം കാണും, ചില സ്ഥലത്ത് കുളങ്ങൾ മാത്രം കാണും, ചില സ്ഥലത്ത് ഇത് 3ഉം കാണും. അപ്പോൾ അവിടെ ഒരു ലീല നടന്നിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഓർക്കുന്നുണ്ടോ ഇന്നലെ രാവിലെ നമ്മൾ ഭരതക്കുണ്ടിൽ പോയത്? അവിടെ ഭരതതീർത്ഥം കണ്ടോ? അവിടെ ഒരു ലീല നടന്നതിന് സാക്ഷ്യം വഹിച്ചതാണ്. അപ്പോൾ ഈ ആല് ആർക്കുമേ അറിയില്ല എത്ര 1000 വർഷങ്ങളായി. അപ്പോൾ ഈ ഹിന്ദുക്കളെല്ലാം പൂജിച്ച് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് മുഗൾ സാമ്രാജ്യം അവരുണ്ടായിരുന്നു ഭാരതത്തിൽ. ഏകദേശം 600-700 കൊല്ലത്തോളം അവർ ഭാരതം ഭരിച്ചു. തെക്ക് വശത്ത് അല്പം കുറവാണ്, പക്ഷെ നോർത്ത് മുഴുവനും അവരുടെ കയ്യിലായിരുന്നു. ആ സമയത്ത് ഹിന്ദുക്കളെല്ലാം ഭാരതീയർ ഈ ആലിനെ പൂജിക്കുന്നതിനെ കണ്ടിട്ട് ഈ മുഗൾ രാജാക്കന്മാർ എന്ത് ചെയ്തു? ആലിനങ്ങ് വെട്ടിയേക്കാൻ പറഞ്ഞു. ആലിനെ വെട്ടി, മുഴുവൻ ആലിനെയും അവർ വെട്ടി മാറ്റി. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് 100-150 വർഷം കഴിഞ്ഞ് അവിടെ കുഴിച്ചപ്പോഴും അടിയിൽ വേരുകൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേലെ ഉള്ളത് ഇവർ വെട്ടി, അടിയിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. സാധാരണ വേര് വെട്ടിയാൽ മരം ഉണങ്ങിപ്പോകും, മരം മുഴുവനും വെട്ടിയാൽ കുറച്ച് ദിവസത്തിൽ വേരും ഉണങ്ങിപ്പോകും. പക്ഷേ 1000 വർഷങ്ങളായിട്ട് വേരുകൾ താഴോട്ട് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണാൻ പോകുന്ന ഒരു അത്ഭുതം. നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് പോകുന്നത്, ഭൂമിയുടെ അടിയിലാണ് പോകുന്നത്. അടിയിൽ ചെല്ലുമ്പോൾ അവിടെ വേരുകൾ ഇപ്പോഴും എന്താണ് മറ്റേ റിയലായിട്ട് അതൊരു അത്ഭുതം. ഇത് എന്താ ഏതാ ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരവിടെ അതിനെ മതിൽ കെട്ടി. ഇത് ഉള്ളത് എവിടെയാണ്? അക്ബർ ജഹാംഗീർ ഫോർട്ടിനകത്താണ്. അവരെന്ത് ചെയ്തു? ആലിനെ വെട്ടി അവിടെ എന്ത് പണിതു? ഫോർട്ട് പണിതു, വലിയൊരു കോട്ട. പക്ഷെ ഇപ്പം അതിൻ്റെ അടിയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പോഴും എന്താണ്? ആ ആല് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീരാമചന്ദ്രമൂർത്തി ആലിൻ്റെ ചോട്ടിൽ വന്ന് വിശ്രമിച്ചിട്ടുണ്ട്. പാണ്ഡവരാലിൻ്റെ ചോട്ടിൽ വന്ന് വിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാപുണ്യ സ്ഥലമാണ് ഈ പ്രയാഗ് ആലിൻ്റെ. അവിടെ ഫസ്റ്റ് രാവിലെ നമ്മൾ പോകും. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ श्रीराम जय जय राम. श्रीराम जय जय राम. श्रीराम सीताराम लक्ष्मण हनुमान की. ശരി, അടുത്തത് പ്രയാഗിൽ പ്രധാന ക്ഷേത്രം ഏതാണ്? ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽക്സിൻ്റെ മുണ്ടും ഷർട്ടും. പ്രയാഗ തീർത്ഥത്തിൻ്റെ പ്രധാന ക്ഷേത്രം ഏതാണ്? പ്രയാഗിനെ എന്ത് സംഗമം എന്നാ പറയുന്നത്? അപ്പോൾ പ്രധാന വിഗ്രഹം ഏതാണ്?
വേണിമാധവ ക്ഷേത്രം. ഇന്നലെ എല്ലാവരും കണ്ടോ ഇഷ്ടായോ? ഒരു വീട്ടിനകത്താണ്, പക്ഷേ യുഗങ്ങളായിട്ട് ഈ വിഗ്രഹം അവിടെ ഉണ്ട്. ഞാനത് ഇന്നലെ അവിടെ ഷോർട്ടായിട്ട് പറഞ്ഞു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് നാരദ മഹർഷി 5 മാധവ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു. ഈ 5 മാധവ വിഗ്രഹങ്ങളെയും ഭാരതവർഷത്തിൽ അവർ സ്ഥാപിച്ചു. ചേറില്ലേ? ചേർ ഇഷ്ടം പോലെ. എത്ര മാധവ വിഗ്രഹം? 5 മാധവ വിഗ്രഹം കൊണ്ടുവന്ന് ഭൂമിയിൽ സ്ഥാപിച്ചു. അതിൽ ഒന്ന് വേണി. ഇവിടെ ഒരു എന്താ പറയുക, അസുരൻ അല്ലെങ്കിൽ രാക്ഷസൻ വളരെ കഠിനമായ ശക്തമായ തപസ്യ അനുഷ്ഠിച്ചു. എന്തിനാണ് ഈ രാക്ഷസൻ തപസ്യ അനുഷ്ഠിച്ചത്? ഇവരെല്ലാം അമരത്വം വേണം എന്നാണ്. മരണമില്ലാത്ത അവസ്ഥ, മരണഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്കും തന്നെ കൊറോണ കാലത്ത് എല്ലാവർക്കും പേടിയായിരുന്നു അല്ലേ? എല്ലാം മാസ്ക് ഇട്ടിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോലും പോകില്ല. ഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവർക്ക്, ഈ രാക്ഷസന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണത്തിനെ ജയിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഒരു 120 വർഷം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 120, 140? ആർക്കും ഇല്ല. 100? അതും ഇല്ല. 90? 1, 2 പേര്. 80? അത് ചിലപ്പോൾ കുറെ കാണും. നമ്മളെല്ലാവരും പറയും നമുക്ക് 100, 120 വേണ്ട എന്ന്. പക്ഷേ ആലോചിച്ച് നോക്കും, നമുക്ക് 90, 100 ആയി. ഇന്ന് സന്ധ്യയ്ക്ക് എൻ്റെ മരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ റെഡിയായി ഇരിക്കോ? പാൻറ് ഷർട്ടൊക്കെ ഇട്ട് കുളിച്ച് കുറിയൊക്കെ ഇട്ട്, കൃഷ്ണ ഞാൻ റെഡി, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഇരിക്കോ? ഭയം. 100 ആയാലും 150 ആയാലും ഇന്ന് എൻ്റെ മരണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയമാണ്. അപ്പോൾ ഈ ഭയം എന്തിനാ? ഞാൻ ഇത്ര കാലം നേടിയതെല്ലാം എൻ്റെ കൈവിട്ടു പോകുമല്ലോ. ബുദ്ധൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡെത്ത്? മരണത്തിന് കാരണം എന്താണ്? ബുദ്ധൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എല്ലാവരും എന്തൊക്കെയോ ആൻസർ പറഞ്ഞു. ബുദ്ധൻ ഒരു സിമ്പിൾ ആൻസർ പറഞ്ഞു, മരണത്തിന് കാരണം ജനനം. ജനിച്ച കൊണ്ടല്ലേ മരിച്ചത്? ജനിച്ചില്ലെങ്കിൽ മരിക്കോ? ആഗ്രഹം കൊണ്ട്. നമ്മുടെ മനസ്സിലെല്ലാം കാട്ടുതീ പോലെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നിരാശയായി. നിരാശ അടുത്തത് ദേഷ്യമായി. പിന്നെ അതോടെ ഉള്ള സന്തോഷമെല്ലാം പോകും. ഉപനിഷത്തുകൾ പറയുന്നു, നമുക്ക് നമ്മുടെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ അറിയില്ല. ഹസ്ബൻഡ് വെളിയിൽ ജോലിക്ക് പോകുന്നു, അവിടെ എന്തോ ഒരു നിരാശ, ദേഷ്യം വീട്ടിൽ വരുന്നു. ഭാര്യ ചോദിക്കുന്നു, ചേട്ടാ എന്ത് പറ്റി? ഒരു അക്ഷരം മിണ്ടല്ല, ഇന്ന് എൻ്റെ സ്വഭാവം ശരിയല്ല. ആ ദേഷ്യം മുഴുവൻ ആരുടെ തലയ്ക്ക് വെച്ചു? ഭാര്യയുടെ തലയ്ക്ക്. ഇപ്പൊ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുഞ്ഞുങ്ങൾ അമ്മാന്നോടി ഒരു അട്ടിയാവ. അതാ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ ദേഷ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. റോഡിൽ ചെന്ന് പട്ടിയുടെ പുറത്ത് കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കും. ആ പട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗ്രഹനാഥം പോകുമ്പോൾ കടിച്ചു വെക്കും. ഇപ്പൊ ഇതൊരു സൈക്കിളായി. തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. ഭൂമി ഭരിച്ചവർ ചക്രവർത്തിമാരല്ല, കാമക്രോധാദികളെ ജയിച്ചവരാണ് യഥാർത്ഥ അവൻ്റെ ദേഷ്യം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഈ തികഞ്ഞ സന്യാസിമാരെ മഹാരാജ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. സൗത്തിലില്ല. നോർത്തിൽ സന്യാസിമാരെ എന്താ വിളിക്കുക? മഹാരാജ്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരും രാജ്യം ഭരിച്ച രാജാക്കന്മാരല്ല. എന്ത് ഭരിച്ചവരാണ് അവര്? അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച രാജാക്കന്മാർ. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് സക്സസ്ഫുൾ മാൻ എന്ന് ചോദിച്ചാൽ അവനവൻ്റെ വികാര വിചാരങ്ങളെയും ദേഷ്യത്തിനെയും നിയന്ത്രിച്ച ഒരാളായിരിക്കണം. പക്ഷെ ഇത് അസുരന്മാർക്ക് അത്ര ഈസി അല്ല. അതിലും ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറയാം. എന്താണ്? നോൺ വെജ് കഴിക്കുന്നവർക്കും ഇത് അത്ര ഈസി അല്ല. ചിലരൊക്കെ കുനിഞ്ഞു.
ഇത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണമേ അല്ല. ഏത്? മത്സ്യമാംസാദികൾ. മാം സഹ, ഞാൻ നീയായിക്കൊള്ളാം. അതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. എന്താണ്? നമ്മൾ കോഴിയുടെയും ആടിൻ്റെയും ഫ്രണ്ടിൽ ചെന്ന്, കോഴി ചേച്ചി, ആട് ചേട്ടാ, എനിക്കെൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇന്ന് ഞാൻ നിന്നെ വെട്ടാം, ഇനി ഒരു ചാൻസിൽ നീ വന്ന് എന്നെ വെട്ടിക്കോ എന്ന് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? മാം സഹ. നീ സഹ അവൻ, നീ മാം നീ ഞാനായിക്കോ, ഒരു ജന്മത്തിൽ നീ ഞാനായി എന്നെ വെട്ടിക്കോ. ഇന്നും മുഹമ്മദീയർ പ്രാർത്ഥിച്ചാണ് വെട്ടുക. അവർ ഭേദം. നമ്മുടെ ആൾക്കാർക്ക് പ്രാർത്ഥനയില്ല, അല്ലേ, എല്ലാം കൂടെ അങ്ങ് വെട്ടിത്തീർക്കും, അല്ലേ? ഇത് ദോഷമാണ്. ഇതിപ്പോൾ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, കാശിയിൽ പോയാൽ എന്തെങ്കിലും ഉപേക്ഷിക്കണം എന്നൊരു സമ്പ്രദായമുണ്ട്. നാളെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാശിയിൽ പോയി ഗംഗാസ്നാനം ചെയ്താൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഉപേക്ഷിക്കണം. അപ്പം നമ്മുടെ കൂടെ ടൂർ വരുന്നവരെല്ലാം മിക്കവാറും കാശിയിൽ വന്ന് എന്താ ഉപേക്ഷിക്കാമെന്നറിയോ? കൃഷ്ണ, ഇനി ഞാൻ പാവക്ക കഴിക്കില്ല, പാവയ്ക്ക് ഇതൊക്കെയാണ് ഉപേക്ഷിക്കുക. ഏറ്റവും ഇഷ്ടമുള്ളത് വേണം ഉപേക്ഷിക്കാൻ. അതാണ് യഥാർത്ഥ ത്യാഗം. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ എന്ത് ചെയ്യും വെച്ചാൽ, അവർ 60ഉം 70ാമത്തെ വയസ്സൊക്കെ കഴിഞ്ഞ്, മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ്, അവരുടെ ഗ്രഹ ഉത്തരവാദിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഒരു 70-72 വയസ്സിൽ കാശിക്ക് പോയാൽ അവരെന്തുപേക്ഷിക്കും? ജീവൻ എടുക്കുന്നത് നമ്മുടെ കയ്യിലല്ല, അവരുടെ ഗ്രഹം ഉപേക്ഷിക്കും. വടക്കോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീട്ടിലേക്ക് ഇല്ല. കാശി കഴിഞ്ഞ് കുളിച്ച് റെഡിയായ അടുത്ത ഹരിദ്വാർ, ബദ്രിനാഥ്, പിന്നെ ഒരു മടക്ക് യാത്രയില്ല. ഇതൊക്കെ ആദ്യം പറഞ്ഞ ടൂറിന് ആരും വരില്ല. പിന്നെ ഒരു മടക്ക് യാത്രയില്ല. അങ്ങനെയാണ് പണ്ട് കാശിക്ക്. അതൊരു മഹാ അത്ഭുതമാണ് കാശിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ നടയിൽ മണികർണിക ഘാട്ട് എന്നൊരു കടവുണ്ട്. മണികർണിക സാധാരണ ദിവസം 200 ബോഡിയാണ് അവർ കത്തിക്കുന്നത്. ഡെയിലി നമ്മൾ കാണാം. എല്ലാം തൂക്കിക്കൊണ്ട് റാം നാം സത്യഹേ, റാം നാം സത്യഹേ പറഞ്ഞങ്ങ് ഓടി വന്ന് മണികർണിക കടവിൽ ആ ബോഡിയെ മുക്കി എടുത്ത് തീരത്ത് വെക്കും, വെയിലത്ത് കുറച്ച് നേരം. പിന്നെ അത് അമ്പലത്തിനകത്താണ്. വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പടിയിലാണ് ഇത് മണികർണിക കടവ്. നല്ല ഇതാണ്. കർക്കടക മാസത്തിൽ യമൻ്റെ ടാർഗറ്റ് അങ്ങ് കൂടും. സാധാരണ ദിവസം മിനിമം എത്രയാണ്? 200. കർക്കടക മാസം ഇനിയും കൂടും. ഈ മാസമൊക്കെ ഒരുപാടുണ്ടാവും അവിടെ. എന്തുകൊണ്ടാണ് കാശിയിൽ പോയി ജീവൻ വിടണമെന്ന് പറയുന്നത്? കാശിയിൽ പ്രാണൻ വിടുമ്പോൾ വിശ്വനാഥനും വിശാലാക്ഷിയും വന്ന് വലത്തേ ചെവിയിൽ രാമ 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 എന്ന് ചൊല്ലുമത്രേ. അതുകൊണ്ടാണ് അവർ അവിടെ പോകുന്നത്. ശരി, കുറേ മരണത്തിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും പേടിച്ചിരിക്കുക. അപ്പോൾ ഈ ഋഷി ഈ അസുരൻ വന്ന് തപസ്യ ചെയ്തു, അമരത്വം കിട്ടണമെന്ന് പറഞ്ഞ് തപസ്യ ചെയ്ത് ഇത് നടക്കാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ ത്രിവേണി സംഗമത്തിനെ കുടിച്ച് വറ്റിക്കാൻ തീരുമാനിച്ചു. രാക്ഷസന്മാർക്ക് അന്ന് കാലത്ത് വലിയ വലിയ കഴിവുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മലയാളികൾ ഒട്ടും കുറവല്ല. ഓണത്തിനും വിഷുവിനും കുടിക്കുന്നത് ത്രിവേണിയേക്കാളും വലുതാണ്. അത് നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കാണാൻ പറ്റും, അല്ലേ? ആ രാക്ഷസൻ ഇരുന്നങ്ങ് ത്രിവേണി കുടിച്ച് വറ്റിക്കാന്ന് പറഞ്ഞ് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഈ മാധവ വിഗ്രഹം വന്ന്, മാധവ ഭഗവാൻ വന്ന് രാക്ഷസനെ ശിക്ഷിച്ച് വേണിയെ സംരക്ഷിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേരാ? വേണിമാധവ. വേണിമാധവ് ഭഗവാന് കീ. ഏത് യുഗത്തിലാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞേകൂടാ. വിഗ്രഹം അടുത്ത് പോയി നോക്കിയാൽ അറിയാം. ഈ മുഖത്തെല്ലാം കാലങ്ങളായി അഭിഷേകം ചെയ്ത് ഏകദേശം ദ്രവിച്ച അവസ്ഥയിലാണ് വിഗ്രഹം. എത്ര വർഷം എന്നറിയില്ല. നാരദ മഹർഷി എന്ത് ചെയ്തു? ആ വിഗ്രഹത്തിനെ ദശശ്വമേധ ഘാട്ട് ഗംഗാതീരത്തങ്ങ് സ്ഥാപിച്ചു. പിന്നെ നഗരങ്ങളൊക്കെ വന്ന് അത് ആരുടെയോ വീട്ടുകാരുടെ, ഒരു കുടുംബക്കാരുടെ കയ്യിലായി. ഒരു ചെറിയ വീട്ടിനകത്താണ് ആ വിഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ശാസ്ത്രം പറയുന്നത് ഈ പ്രയാഗ തീർത്ഥത്തിൻ്റെ പ്രധാന വിഗ്രഹവും അതും
വേണിമാധവന് സ്വർണ്ണ നിർമ്മിതമായ ക്ഷേത്രമുണ്ടായിരുന്നു ഇത്ര. കാശിയിൽ 200 years ബാക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരമെല്ലാം സ്വർണം പൂശിയതായിരുന്നു. പിന്നെ എല്ലാം പോയി. സ്വർണ്ണ നിർമ്മിതമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആർക്ക്? വേണിമാധവൻ. അതെല്ലാം നമ്മുടെ പാരമ്പര്യമെല്ലാം നഷ്ടപ്പെട്ടു. കുറേ പൈതൃകം, കുറേ സംസ്കാരം, ഭാഗവതം, ഗീത, 108 ഉപനിഷത്തിൽ ഇപ്പോൾ 40-50 മാത്രമേ ഭാരതത്തിലുള്ളൂ. ബാക്കിയെല്ലാം കാണാണ്ടായി. നമ്മുടെ ഇതെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വേണിമാധവ വിഗ്രഹം ഇവിടെ വന്നു. പിന്നെ നമ്മൾ നാളെ ഇനിയൊരു മാധവ ഭഗവാനെയും കൂടെ കാണാൻ പോകും. ആരാ? ബിന്ദുമാധവ. കാരണം ഭാരതത്തിലുള്ള എല്ലാ പുണ്യസ്ഥലങ്ങളും മഹാദേവൻ്റെയാണ്. എല്ലാം. ബദ്രീനാഥ് ആകട്ടെ ആദ്യം മഹാദേവനായിരുന്നു. ഉടുപ്പി ആകട്ടെ മഹാദേവൻ്റെ ആയിരുന്നു. ഗുരുവായൂർ ആരുടെ ആയിരുന്നു? അതും മമ്മിയൂർ ശിവൻ്റെ. പക്ഷെ കൃഷ്ണൻ പതുക്കെ വന്നിട്ട് മഹാദേവന് സൈഡിൽ അങ്ങ് ആക്കി വിടും. കാലങ്ങളായിട്ട് ഇതാ നടക്കുന്നത്. അപ്പം കാശി ആരുടെയാ? മഹാദേവൻ്റെ. അപ്പോൾ അവിടെ ഈ ബിന്ദുമാധവന് വേണ്ടി കാശി വിശ്വനാഥൻ ഒരു സ്ഥലം കൊടുത്തു. അതിൻ്റെ അകത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ശിവൻ ഇനിയൊരു സ്ഥലം കൊടുത്തു. അതാണ് മണികർണിക കടം. അതൊക്കെ ഞാൻ അവിടെ പറയാം. സതിയുടെ ദേഹത്യാഗം ഭാഗവതത്തിൽ കേട്ടിട്ടില്ലേ? സതി ആ ദേഹത്യാഗം നടന്നപ്പോൾ ഹൃദയം വന്ന് വീണ സ്ഥലമാണ്, സതിയുടെ ഹൃദയം വന്ന് വീണ സ്ഥലമാണ് മണികർണിക ഇത്. അപ്പം നമ്മളിന്ന് രാവിലെ അക്ഷയവട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ത്രിവേണി സംഗമത്തിൽ ഗംഗയിൽ സ്നാനമാകും, യമുനയാകും, അന്തർലീനമായ ആരുണ്ട്? സരസ്വതി മഹാനദിയുമുണ്ട്. ഈ സരസ്വതി ആരാണെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗോലോകത്തിൽ വൈകുണ്ഠത്തിൽ നാരായണൻ്റെ ശബ്ദമാണ്. എന്താണ്? സരസ്വതി, വാക്ശക്തി. ആ ശബ്ദം ഭൂമിയിൽ വന്ന് രൂപം കൊണ്ടതാണ് സരസ്വതി. ശബ്ദബ്രഹ്മം. കലികാലത്തിൽ ഭഗവാനും ശബ്ദരൂപത്തിലാണ് അവതാരം എടുത്തിരിക്കുന്നത്. എന്ത് രൂപം? നാമം. വാക്ശക്തി സരസ്വതി. സരസ്വതി പറഞ്ഞു, ഭഗവാൻ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കലികാലം ദോഷം നിറഞ്ഞതാണ്. കലേർദോഷ നിതേരാജൻ അസ്തിഹി ഏകത് മഹത് ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലികാലം ദോഷങ്ങൾ നിറഞ്ഞതാ. എന്തൊക്കെയാ ദോഷം? പ്രായേന അല്പായുഷ സഭ്യ. കലികാലത്തിൽ ആരും 100 വർഷം തികച്ച് ജീവിക്കില്ല. ആർക്കും ഗ്യാരണ്ടി ഉണ്ടോ 100 ക്രോസ് ചെയ്യുമെന്ന്? എല്ലാം ഇപ്പോഴേ എത്ര പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്. യമൻ്റെ ആൾക്കാർ നേരത്തെ എത്തിക്കഴിഞ്ഞു. യമൻ്റെ ദൂതന്മാർ ഏതൊക്കെയാണ്? യമൻ്റെ ദൂതൻ ഫസ്റ്റ് യമൻ്റെ ദൂതൻ വെളുത്ത മുടി. എന്നാൽ നമ്മൾ റെഡി ആയിക്കൊള്ളണം. എത്ര പേർക്ക് നര വന്നു? എല്ലാവരായി. ചിലർ ഡൈയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചിരിക്കുക. യമനെ പറ്റിക്കാൻ പറ്റില്ല. അത് യമൻ്റെ ഫസ്റ്റ് ദൂതൻ. രണ്ടാമത്തേത് ഏതാ? അല്ല, സന്ധിവേദന. സതസന്ധി ജർജരം. നമ്മുടെ ശരീരത്തിൽ 100 സന്ധികളുണ്ട്. ഈ സന്ധിവേദന, ജോയിൻറ്റ് പെയിൻ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ ടൈമായി. അപ്പോൾ അല്പായുഷ സഭ്യ, കലികാലത്തിൽ ആയുസ് കുറവായിരിക്കും. മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യ, എല്ലാ ബുദ്ധിമാന്മാരായിരിക്കും. ആലോചിച്ച് മണ്ടത്തരം ചെയ്യും. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കും. പക്ഷെ ചെയ്യുന്ന എന്തായിരിക്കും? മണ്ടത്തരം. പിന്നെ ഉപദ്രുത. നോക്കിക്കോളും, 5000 വർഷങ്ങൾക്ക് മുമ്പേ ശ്രീമദ് ഭാഗവതം എത്ര വലിയ സൈക്കോളജിക്കൽ ലെസണാ പറഞ്ഞിരിക്കണേ. ഉപദ്രുത. കലികാലത്തിൽ ഒരു കാരണവും ഇല്ല, വെറുതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. രാവിലെ എണീറ്റ ഉടനെ ഒരു മൂഡ് ശരിയല്ല, ഡിസ്റ്റർബ്. എല്ലാവരെയും കടിക്കാൻ വേണ്ടി നിൽക്കും. എന്തിനാ? ഒരു കാരണവും ഇല്ല, വെറുതെ ഡിസ്റ്റർബ് ആവുക. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. തലേന്ന് രാത്രി കണ്ടപ്പോൾ ചിരിച്ച് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് സുഖമായിട്ട് പോയി ഉറങ്ങി. രാവിലെ എണീറ്റ ഉടനെ മനസ്സ് പറയും, നീ ആദ്യം ചിരിക്കണ്ട, അവർ ചിരിച്ചാൽ നീ ചിരിച്ചാൽ മതി, അവർ വിഷ് ചെയ്താൽ നീ വിഷ്. മനസ്സ് പറയും. ഈ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? അതും ആർക്കും ഇല്ല.
ഇല്ല. എന്താ കാരണം? ഒരു കാരണവുമില്ല. വെറുതെ ഡിസ്റ്റർബ് ആവുക മനസ്സ്. കലികാലത്തിൽ ബലഹീനമായ മനസ്സാണ്. അതുകൊണ്ട് ദിവസവും നാമം ചൊല്ലി മന്ത്രഃ ത്രായതേ ഇതി മനഃ, മനസ്സിനെ ഉയർത്തിയാൽ മാത്രമേ മനസ്സ് ശുദ്ധമാവുകയും അവിടെ ഭഗവാൻ കുടികൊള്ളുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചെന്നിട്ട് ബോട്ടിൽ കയറി അവർ മധ്യേ ആ 2 നദികൾ സംഗമിക്കുന്ന, ഗംഗ ഒരു വശത്ത്, ഇന്നലെ നമ്മൾ കണ്ടു ഗംഗ, ഇനിയൊരു വശത്ത് കൂടെ യമുന. ഗംഗ എപ്പോഴും ഈ നിറമാണ്, ചെളിയുടെ നിറമാണ്, മഡ്ഡി. പക്ഷേ ഇവിടെ പല ആൾക്കാർ എന്ത് ചെയ്യും വെച്ചാൽ പണ്ടൊക്കെ ഇതിൻ്റെ അടിയിൽ മുങ്ങി ഈ ക്ലേ എടുക്കും, അതിൻ്റെ ചെളി എടുക്കും, ക്ലേ അതെടുത്ത് പൂശി അങ്ങനെ ഇരിക്കും അരമണിക്കൂർ വെയിലത്ത്, അത് കഴിഞ്ഞ് മുങ്ങും. അത് ഭയങ്കര ഔഷധം ഇതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് നമ്മൾ ചെളി എന്ന് പറയും. അത് അവർ കുപ്പിയിലിട്ട് കൊണ്ടുവന്ന് ആ മഡ് പാക്ക് ഈ മഡ് പാക്ക് എന്ന് പറഞ്ഞാൽ എത്ര കാശ് കൊടുത്ത് വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ച് ഇടും. അപ്പോൾ ഈ ബോട്ടിൽ കയറണം. നമ്മൾ ബോട്ടിൽ കയറിയാൽ നമ്മളെ എല്ലാവരും കൊണ്ടുവന്നു. ഓക്കെ, ബോട്ടിൽ കയറി അവർ ആ സെൻറ്റർ പോയിന്റിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഇറങ്ങി ഇത് ചെയ്യാം. അവിടെ ഇത് ത്രിവേണി സംഘം ഇറങ്ങാം. ചിലപ്പം വെള്ളം കൂടുതലാണെങ്കിൽ ബോട്ട് കെട്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി കയറണം. അത് കഴിഞ്ഞ് തിരിച്ചു വരണം. ഓക്കെ, ക്ലിയറായോ?